രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. പറഞ്ഞ പോലെ തണുപ്പാണെങ്കിലും ഇത്രയും പേർക്കെങ്കിലും വന്നു ചേരുവാൻ നമ്മുടെ ദൈവം സഹായിച്ചല്ലോ. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് ഒരു വ്യക്തിയെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ തണുപ്പ് തുടങ്ങിയ സമയമാണ്. ആ വ്യക്തി പറഞ്ഞു, അച്ഛാ ഇനി തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഇനി 6 മാസം തണുപ്പ് കഴിയാനുണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു, കർത്താവിൻ്റെ വരവ് തണുപ്പത്തോ അല്ലെങ്കിൽ സ്നോയത്തോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും അനേക ആൾക്കാരുടെ കാര്യം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുവാൻ, ഹൃദയത്തിൽ ഒരു ഇച്ചിരിയുടെ ചൂടും ഒക്കെ നമുക്ക് ദൈവം തരട്ടെ. വളരെ പ്രാർത്ഥനയോട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം സങ്കീർത്തനം 40 നിന്ന് സാമകൾ നമുക്ക് തരികയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിരുന്നു. നിങ്ങൾക്ക് എത്ര പേര് അത് ശ്രദ്ധിച്ചു കേട്ട? യാഗങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുവല്ലോ. ദൈവം വീണ്ടും ദൈവദാസനെ എടുത്തുപയോഗിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് തന്നെ ആയിരിക്കാം. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ആഴ്ച അല്ല 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടു, ആ രാത്രിയെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി. ദാറ്റ് നൈറ്റ്, അതായത് കഷ്ടതയുടെ, വേദനയുടെ, പ്രയാസത്തിന്റെ, നിന്ദയുടെ ഒക്കെ ഒരു രാത്രിയെക്കുറിച്ച് പത്രോസിന്റെ അനുഭവം, പത്രോസും ദൈവവും തമ്മിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ട്. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് അതൊരു നിന്ദയുടെ, അല്ലെങ്കിൽ എന്നാൽ നിന്നയായിരുന്നെങ്കിലും പിന്നത്തേതിൽ ഒരു തിരിച്ചറിവിന്റെ ഒരു രാത്രിയായി അത് മാറുവാൻ ഇടയാക്കി. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, എപ്പോഴും നമ്മുടെ ആവശ്യപ്രകാരം, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രകാരം, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം അല്ല ദൈവം പ്രവർത്തിക്കുന്ന. ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ സമയത്തിന്, അവന്റെ ഹിതപ്രകാരം, നമ്മൾ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ജീവിതശൈലിയായി, സാക്ഷ്യങ്ങളായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ. വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ വെളിപ്പാടിലേക്ക് ഞാൻ കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മൾ വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ ഇന്ന് രാത്രി വായിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോട് തന്നെ ദൈവവചനത്തിലായിരിക്കാം. ദൈവമക്കളെ, വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, പ്രവചനമുണ്ട്, പ്രവാചകന്മാരുണ്ട്. എന്നാൽ അവർ വന്ന് തലയിൽ തൊട്ടൊരു ദൂത് പറയുന്നത് പോലെ തന്നെ നിശ്ചയമായിട്ടും വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് ദൈവത്തോട് എന്നോട് സംസാരിക്കണമേ അടിയനിതാ എന്നുള്ളൊരു ഹൃദയപ്രകാരം ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോട് തന്നെയായിരിക്കാം. നമുക്കറിയാം, വെളിപ്പാടിന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി മുതൽ യൂദ വരെയുള്ള 65 പുസ്തകങ്ങൾ ആകത്തുക എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പാടിൽ ഉണ്ട്. നമുക്ക് നോക്കാം. 4ഉം 5ഉം അധ്യായങ്ങൾ പറയുന്നത് പ്രത്യാശയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഹോപ്പിനെ കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ, ഇതല്ല നമ്മുടെ സബ്ജക്റ്റീവ്, എന്നാൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നിങ്ങൾ സമയം കിട്ടുന്നവർ വെളിപ്പാടൊക്കെ എടുത്ത് പഠിക്കുക. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ഒക്കെ വെളിപ്പാടിന് വേണ്ടി വെക്കാം. നമുക്ക് ചിലർ പറയാറുണ്ട്, ബൈബിൾ സ്കൂളിലുമൊക്കെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ പഠിക്കുന്നവർ, അവരോട് പ്രൊഫസേഴ്സ് ചോദിക്കും ഏറ്റവും പഠിക്കുവാൻ ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാ, അല്ലെങ്കിൽ ഏത് ടോപ്പിക് എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവചനവും പറയും, വെളിപ്പാടിന്റെ പുസ്തകം പറയും. അതിനൊരു കാരണമുണ്ട്. അനേക കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. ഈ 2 പുസ്തകത്തിൽ ഒത്തിരി ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 4ഉം 5ഉം ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ 6 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് ദൈവത്തിന്റെ 2ാം വരവിനെ കുറിച്ചും ദൈവരാജ്യം സംബന്ധിച്ചുള്ള പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. 1 മുതൽ 22, അതായത് ആ പുസ്തകം ഒന്നിച്ചു പഠിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയെ കുറിച്ച് നമുക്ക് പഠിക്കാം. 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് ക്രിസ്തു ആരാണെന്ന് പരിചയപ്പെടുന്നു. 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1:8. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സ്തോത്രം. ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ് ക്രിസ്തു ആരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 3 വായിച്ചാട്ടെ. 3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും സമയം അടുത്തിരിക്കുന്നു. അവസാനത്തെ അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22-ന്റെ 7 വായിച്ചാട്ടെ. ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, അധ്യായങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ വിവിധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ വായിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടുവാനുള്ള ഒരു പ്രതിഫലത്തെ കുറിച്ച് പറയുകയാണ്. വായിക്കുന്നവൻ, കേൾക്കുന്നവൻ,
ഇത് അനുസരിക്കുന്നവന് നിശ്ചയമായിട്ട് അനുഗ്രഹം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഭാഗ്യം എന്നാണ് എഴുതിയേക്കുന്നത്. നമ്മൾ നാട്ടിൽ പറയാറുണ്ട് ലോട്ടറി അടിക്കുമ്പോൾ ഭാഗ്യം ആണെന്ന് പറയാറുണ്ട്. ആ ഭാഗ്യമല്ല, റൂട്ട് വേർഡ് ബ്ലെസ്സിങ് തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ്, അനുഗ്രഹം എന്ന് തന്നെയാണ് നമ്മൾ അത് വിചാരിക്കേണ്ടത്. ഓക്കെ, സ്തോത്രം. എന്നിട്ട് 6 മുതലുള്ള 20 വരെയുള്ള നമുക്ക് കുറച്ച് പേരെയുള്ള നമുക്കൊരു ചെറുതായിട്ടൊരു സ്റ്റഡി രൂപത്തിൽ നമുക്ക് പോകാം. 6 മുതൽ 20 വരെ ഉള്ള അധ്യായത്തിൽ സുവിശേഷകരണത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് 2-3 അധ്യായങ്ങൾ നമുക്കറിയാം പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന യോഹന്നാന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. 2-3 എഴുതിയിരിക്കുന്ന സഭകളെ കുറിച്ച്, സഭയുടെ വളർച്ചയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 4-5 അധ്യായങ്ങളിൽ ആരാധനയെ കുറിച്ച് പറയുകയാണ്. എങ്ങനെ ആരാധിക്കണം, ആരെയാണ് ആരാധിക്കുന്നത്, ഒരേ ദൈവമുള്ളൂ, ഈ കാര്യങ്ങൾ അവിടെ പറയുന്നു. 19-20 അധ്യായങ്ങൾ ദൈവിക നടത്തിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലിവിംഗ് എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ 19-20 പറയുന്നു. എന്നാൽ 12-20 അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൈശാചിക ശക്തിയെക്കുറിച്ചും എന്നാൽ സാത്താന്റെ വീഴ്ചയെക്കുറിച്ചുമാണ് 12-20 പറയുന്നത്. ഓക്കെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. എന്നാലും ഇതൊന്നും ഞാനൊരു മുഖവരയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സമയം കിട്ടുന്നവർ വെളിപ്പാടിന്റെ പുസ്തകം എടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി മുതൽ യൂദ വരെയുള്ള പുസ്തകങ്ങളിലെ ആകെത്തുക എടുത്ത് നോക്കിയാൽ വെളിപ്പാടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഓക്കെ, എഴുതുന്നവർ റിട്ടേൺ ഈസ് നെസസറി, അല്ലെങ്കിൽ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ് ഇന്നത്തെ ടോപ്പിക്കാണ്. നിങ്ങൾ വീട്ടിൽ പോയാലും ഈ പറയുന്നത് അല്ലെങ്കിൽ വായിച്ച വാക്യങ്ങൾ മറന്നാലും നിങ്ങൾ ഇത് പറക്കരുത്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞുവല്ലോ, യോഹന്നാൻ സഭകൾക്ക് ഈ കത്തുകൾ എഴുതുമ്പോൾ യോഹന്നാന്റെ പ്രവചനമല്ല, എന്നാൽ യേശു 1-ാം വാക്യത്തിൽ തന്നെ, വെളിപ്പാടിന്റെ 1-ന്റെ തന്നെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ 1-ന്റെ 1 വായിച്ചാട്ടെ, ശബ്ദം ഉയർത്തി. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. മതി. അത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് തുടർന്ന് 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. നമുക്ക് 2-ന്റെ 1 മുതൽ 5 വരെ ശബ്ദമുയർത്തി ഒരാൾ വായിച്ചാട്ട്. 2-ാം അധ്യായം 1 മുതൽ 5 വരെ. പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന നള്ളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാഞ്ഞതും അപ്പോസ്തലന്മാർ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും മതി, അത് മറക്കരുത്. ഓക്കെ, നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. മക്കളെ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അനേക ദൈവവചനങ്ങളും ഒത്തിരി മർമ്മങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വചനം നല്ലതായിട്ട് ഡീപ്പായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പഠിച്ചിട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. എന്നാൽ തന്നെ സ്നേഹം എന്നുള്ള വിഷയം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുള്ള കാര്യമാണ്. ഞാൻ പറയാം, അനേക വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു സ്പോർട്സ് ടീമിന്റെ ഒരു കോച്ച്, അന്ന് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമിന്റെ കോച്ച് ഒരു പന്ത്, ഈ പന്ത് എല്ലാ ദിവസവും പ്രാക്ടീസിനും കളിക്കും എല്ലാം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ്, പരിചയിച്ചിട്ടുള്ളവരാണ്. ഒരു പന്ത് തറയിൽ നിന്ന് എടുത്തിട്ട് പൊക്കിയിട്ട് ടീമിനോട് പറഞ്ഞു. ആ സമയത്ത് ടീം ഏറ്റവും അഴുക്കായിട്ടുള്ള രീതിയിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഒരു കളികളും ജയിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ പന്ത് എടുത്തിട്ട് പറഞ്ഞു, ഇത് ഒരു പന്താണ്. എനിക്കറിഞ്ഞൂടെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് കളിക്കാരോട് ഒരു കോച്ച് എടുത്തിട്ട് ബോൾ എടുത്തിട്ട് തറയിൽ നിന്ന് എടുത്തിട്ട് പറയുകയാണ്, ഇത് പന്താണ്. അർത്ഥാൽ നിങ്ങൾ ഒത്തിരി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടല്ല, ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നമുക്കറിയാം, ചിലപ്പോൾ ദൈവദാസന്മാരൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു എക്സാമ്പിളാണ്. നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഇവർ പറയുകയാണ് അവരുടെ നിയമപ്രകാരം കല്ല് എറിഞ്ഞു കൊല്ലണമെന്നാണ്. അപ്പോൾ യേശു അവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. എന്നാൽ അത് കഴിഞ്ഞ് സ്ത്രീയോട് അവസാനം പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറും
ഒന്നുമില്ല. നമുക്കിപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും പഠിച്ചുകൊണ്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശു ആ സമയത്ത് നിലത്തിരുന്ന് എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിശ്ചയമായിട്ടും മടങ്ങി വരണം. അതിനകത്ത് ഒന്നാണ് ദൈവിക സ്നേഹം എന്ന് ഉള്ളത്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അത്യന്തമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഞാൻ പറയും ദൈവസ്നേഹമാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. ആ സ്നേഹം എന്നാൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ലവിങ് വിത്തൗട്ട് എനിത്തിങ് എക്സ്പെക്ടിങ് ബാക്ക്. അതായത് സ്നേഹിക്കേണ്ടത് ഇപ്രകാരമാണ്: ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഗ്യാസ് അടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസലിൻ വണ്ടിയിൽ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ $10 ഇട്ടാൽ അല്ലെങ്കിൽ $10 പേയ്മെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ $10 ഗ്യാസേ കിട്ടത്തുള്ളൂ. $12 കിട്ടത്തില്ല. 9 കുറച്ചും അവരെ തരത്തില്ല, കൊടുക്കുന്നതിന് അനുസരിച്ച്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചല്ല. നീ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അവൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹം കൺസിസ്റ്റന്റ് ആണ്. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് പലപ്പോഴും, ഇന്ന് ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നിന്നെ 1 വർഷം കഴിഞ്ഞാൽ സ്നേഹിക്കും. നീ കുറെ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര വന്നെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനായി കഴിയത്തില്ല. അവൻ സ്നേഹമാണ്, എപ്പോഴും അവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ പാപിയായിരുന്നപ്പോഴും അവൻ നിന്നെ സ്നേഹിച്ചു. അയ്യോ പ്രിയരെ, നിശ്ചയമായിട്ടും നിങ്ങളെ ദൈവം സ്നേഹിച്ചു. നീ വിശ്വാസത്തിൽ വന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാലും അവൻ നിന്നെ സ്നേഹിക്കുന്ന മാർവോടെ ചേർക്കുന്ന ഒരു ദൈവമാണ്. യോഹന്നാൻ 14:21 വായിച്ചാട്ടെ. 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു, അവനു എന്നെ തന്നെ വെളിപ്പെടുത്തും. സ്തോത്രം. സ്നേഹത്തെ കുറിച്ച് എന്ത് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിർത്തി വായിച്ചാട്ടെ. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു, അവനു എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ അവനെ തേടിപ്പോയതല്ല, ആ സ്നേഹം നമ്മളെ തേടി വന്നതാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വീണ്ടും അവനെ പറ്റിച്ചേർന്നിരിക്കുവാൻ, അവന്റെ മാർവോട് അണഞ്ഞിരിക്കുവാൻ, ആ സ്നേഹത്തെ ത്യജിക്കാതെ, ആ സ്നേഹത്തെ ഒരിക്കൽ പോലും ആ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാതെ അവന്റെ സന്നിധിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ നമുക്ക് കുറിവാക്യം ഇതാണ്. നിങ്ങളിത് നിശ്ചയമായിട്ട് ഈ വാക്യം നിങ്ങൾ കുറിച്ചിടണം. സക്രിയാവ് 1:3 ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സക്രിയാവ് 1:3. അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവക്കാരെ അടിച്ചിരുന്നു, എന്നിലേക്ക് തിരിയുകയും ഈ സൈന്യങ്ങളുടെ യഹോവയുടെ അല്ലപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും, ഈ സൈന്യങ്ങളുടെ യഹോവ അടിച്ചു. സ്തോത്രം. ആകയാൽ ഞാൻ വീണ്ടും ഒന്നോട് വായിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവീൻ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, ഈ വസ്തു ഞാൻ ഈ പുൾപിറ്റിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ നേരത്തെ ഞാൻ പറയുകയാണ്, ഞാൻ അത് തിരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഇരുന്ന വസ്തുവായിരുന്നു, ഞാനിത് മാറ്റി വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പറയുകയാണ്, ഞാൻ അത് തിരികെ കൊണ്ടിരുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിൽ ആയിരുന്ന ഒരു പറ്റം ജനത്തെ നോക്കിക്കൊണ്ട് സക്രിയാവ് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അവനിലേക്ക് ദൈവം കൊടുക്കുന്ന ഒരു അരുളപ്പാടാണ്, എങ്കിലേക്ക് തിരിഞ്ഞു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് പിന്നുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാര് ചെയ്തതുപോലെ ചെയ്യരുത്. അവരും ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, എന്നാൽ തിരികെ വരാൻ പറഞ്ഞിട്ടും അവർ തിരിഞ്ഞു വന്നില്ല. അത് നിങ്ങൾ അവിടെ ചെയ്യരുത്. എങ്കിലേക്ക് മടങ്ങി വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ആ സ്നേഹത്തിന് നമുക്കറിയാമല്ലോ. വെളിപ്പാട് 2 ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 2 ഒന്ന് വായിച്ചാട്ടെ. ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും
നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നോക്കിയേ, എത്ര നല്ല കാര്യങ്ങളാണ് ആ സഭയെ കുറിച്ച് പറയുന്നത്. എന്നാൽ പറയുകയാണ്, നീ മക്കൾ, ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയെ ബന്ധിച്ച് പറയാം, എത്ര പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, എത്ര നല്ല പ്രാസംഗികനാണെങ്കിലും, എത്ര നന്നായിട്ട് വചനം പഠിക്കുന്നവനാണെങ്കിലും, മക്കളെ ഈ സഭയോട് പറഞ്ഞത് എന്താണ്? നീ വീണിരിക്കുന്ന വീഴ്ച എത്ര വലുതാണ്. ആദ്യ സ്നേഹം നീ വിട്ടുപോയിട്ടുണ്ട്. ആ സഭയെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല അവിടെ. ആദ്യ സ്നേഹം വിട്ടുപോയിട്ട് എത്ര വലിയൊരു കാര്യമാണ് ദൈവ സ്നേഹം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സഭയോട് ഈ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ആദ്യ സ്നേഹം, അതായത് ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവവിശ്വാസത്തിൽ വന്ന ആ സമയത്തുള്ള ആ ദൈവത്തിനോടുള്ള ആ സ്നേഹം, അടുപ്പം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഏതിൽ നിന്ന് മാറിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവങ്കിലേക്ക് മടങ്ങി വരേണ്ട ഒരു രാത്രിയാണ്. വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15:11 നമ്മൾ ഒരു പിതാവിൽ നിന്ന് എല്ലാം എടുത്ത് മാറിപ്പോയ ഒരു മകനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ട് 17 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ലൂക്കോസ് 15:17 മുതൽ 24. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ പ്രശ്നം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെ ഒളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. ധരിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. മക്കളെ, എനിക്ക് അറിഞ്ഞോളൂ, നമ്മൾ അനേക പ്രാവശ്യങ്ങൾ ഇത് കേട്ടിട്ടുള്ളതും അനേക പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കണം. ഇത് പ്രാർത്ഥനയോടെ നിങ്ങൾ കൈക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, ഒരു മകൻ ഇവിടെ പറയുന്നു, പിതാവ് പറയുന്നു, നഷ്ടപ്പെട്ടവനായിരുന്നു ഇവൻ. ഇവന്റെ ഓഹരിയും എല്ലാം എടുത്ത് പോയി കൂട്ടുകാരോട് സന്തോഷിച്ചു. എന്നാൽ ഇവൻ എന്തിനാണ് തിരിച്ചു വരുന്നത്? വിശന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവൻ ഇവിടെ തിരിച്ചു വരുന്നത്. എന്നാൽ ഇവൻ ദൂരെ തിരിച്ച് വരുന്നത് കണ്ട് ആരിയ്ക്കുകയാണ്? പിതാവ് ഇരിക്കുകയാണ്. എന്നാൽ മകൻ അറിയാമോ പിതാവ് നോക്കിയിരിക്കുകയാണെന്ന്? ഇവൻ ഒരു ക്ഷമ ചോദിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവനോട് ചെല്ലുകയാണ്. എന്നാൽ അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ പിതാവ് ഓടി ചെല്ലുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ വെസ്റ്റേൺ കൾച്ചറിൽ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് ഇതിന്റെ ആഴം മനസ്സിലാവുന്ന അറിയത്തില്ല. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഓർക്കണം, യഹൂദ പാരമ്പര്യത്തിൽ ഒരു മനുഷ്യൻ ഓടണമെന്നുണ്ടെങ്കിൽ അല്ല ഇത്രയും സ്റ്റാറ്റസ് ഉള്ള, കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ ഇത്രയും എത്ര സെർവൻസ് ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ ഈ അന്നത്തെ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ ഫസ്റ്റ് സെഞ്ചുറി മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ ഓടണം എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ കസ്റ്റം സ്റ്റാൻഡേർഡ് ഇതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഓർത്ത് നോക്കിയേ, അന്ന് ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ ഓർത്ത് നോക്കിയ പുരുഷന്മാര് റോബ്സ് ആണ്, അതായത് മുകൾ വരെ താഴ് വരെ കവർ ചെയ്യുന്ന ഒരു വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇത് എല്ലാം പൊക്കുമ്പോൾ എന്താണ്, അവരുടെ കാലുകൾ കാണുകയാണ്, കാലുകൾ പ്രദർശിക്കുകയാണ്. ഇതുപോലും അവിടെ അവരുടെ ആ കൾച്ചർ രൂപാന്തരം ഇതൊന്നും നടക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനെ എല്ലാം മാറ്റിക്കൊണ്ടാണ് പിതാവ് ഓടിച്ചെല്ലുകയാണ്. മകൻ വരുമ്പോൾ ഓടിച്ചെല്ലുകയാണ്. കാരണം ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഇവൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇവൻ ഇന്ന് തിരിച്ച് വന്നിരിക്കുകയാണ്, എന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. മക്കളെ, ഒന്നുകൂടെ രചനകൾ ഒന്നുകൂടെ വായിച്ചാൽ നിർത്തി ശബ്ദമുയർത്തി വായിച്ചാട്ട്. അത് 15 സ്ക്രീൻ ഇട്ടുണ്ടല്ലോ, 15 മുതൽ 24 വരെ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു,
ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാൽ ഒരുത്തനെ പോലെ നീ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സിലഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചിന്തിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിൽ ചെരുപ്പ് ഇടുവിപ്പിൻ. കടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ആ പശ്ചാത്തലം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യൂഷ്വലി ഇങ്ങനെ അവിടെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് അവന് ഒരു പുത്രൻ കിട്ടേണ്ട ഓഹരി എല്ലാം എടുത്ത് വീടിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ, അത് മാത്രമല്ല ജാതികളുമായിട്ട് കലകി ഇതെല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വരുമ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് വേറൊരു സമയത്ത് ഇച്ചിരി നന്നായിട്ട് പഠിക്കാം. എന്നാൽ ഒരു വലിയൊരു പാത്രം, അതായത് മൺപാത്രം എടുത്തുകൊണ്ട് ഓടിച്ചെല്ലും, ഇവന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അത് വലിച്ച് തറയിലെറിയും. എന്ന് പറഞ്ഞാൽ, ഇനി നീ എക്സ്കമ്മ്യൂണിക്കേറ്റഡ്, അതായത് ഈ ഭവനത്തിന് ഇതല്ല, നീ ഭവനമായിട്ടൊരു ബന്ധവുമില്ല, ഈ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ബന്ധവുമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പറയുകയാണ് ഏറ്റവും മേത്രമായിട്ടുള്ള, ഓർത്തു നോക്കിയേ, ഒരു പിതാവ് അപ്പം എത്രമാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഈ മകൻ തിരിച്ചു വരാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ ഉണ്ട്, വേറൊരു സഹോദരൻ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കുന്നു, ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? എന്താണ്? നിങ്ങൾ ഒന്ന് വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. 25. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും മുട്ടഘോഷവും കേട്ട് ബാല്യക്കാരൻ ഒരുത്തനെ വിളിച്ചു. എന്തെന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോട് കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോടെ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, എന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിനെ നീ ഒരിക്കലും എനിക്ക് രാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യന്മാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ട ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. മക്കളെ, നമ്മൾ വേദോസ്തത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ പറയേണ്ട. പക്ഷെ നമ്മളായിരുന്നെങ്കിൽ തന്നെ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? നോക്കിയേ, ഉള്ളതെല്ലാം കൊണ്ടുപോയി ദൂർത്തടിച്ച് കൂട്ടുകാരുമായിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ സഹോദരന്റെ ഷൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു പോയി, നമുക്ക് എന്ത് ദേഷ്യം വരും. കൂടെ നിന്നിട്ട്, അതായത് അപ്പൻ പറഞ്ഞത് ഒന്നുപോലും ചെയ്യാതിരുന്നിട്ടില്ല, കൂടെ നിന്നിട്ട് ഒന്നും ലഭിക്കാതെ നിൽക്കുന്ന ആ സഹോദരന്റെ കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അപ്പൻ എന്താണ് പറയുന്നത്? മകനെ, ഇതെല്ലാം എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. എന്നാൽ ഇന്നലെ വരെ ഉള്ള പോലല്ല ഈ വന്ന മകൻ. ഇവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഞാൻ ഈ ബെതസ്ദ പ്രയർ ഫെലോഷിപ്പിനോട് കൈമാറുന്ന ഇതാണ്, ദൈവമക്കളെ, ഏതിൽ നിന്ന് നീ കിഴിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞ് മടങ്ങി വന്നാൽ നിന്നെ മാർവോട് ചേർക്കുന്ന, നിന്നെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഉണ്ട്. ദൈവമക്കളെ, ഒരു നേരത്തെ ആഹാരത്തിന് വന്ന ഒരു മകനോട് പറയുകയാണ്, ഇവൻ ഇന്നലെ വരെ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് ജീവിക്കുന്നു. മേത്രമായുള്ള, ഓർത്തു നോക്കിയേ. അത് കഴിഞ്ഞിട്ട് ആ റിങ് എന്താ പറയുന്നത്, മോതിരമൊക്കെ, അതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. ആ കൾച്ചർ വെച്ച് ശരിക്കും പഠിക്കേണ്ടതാണ്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള ഒരു കുടുംബത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു വ്യക്തി ഓടുന്നു, ഒരു മനുഷ്യൻ അവിടെ അങ്ങനെ ഒരു സ്റ്റാറ്റസിലുള്ള മനുഷ്യൻ ഓടുവാൻ പോലും കഴിയുന്നതല്ല അവൻ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, റോപ്സ് ഒക്കെ എന്തോ എടുത്ത് മടക്കി ടക്കി ചെയ്താലേ ഓടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവന്റെ കാല് കാണിക്കുന്നു. അവിടെ അതുപോലും ചെയ്യരുത്. എല്ലാം അന്നത്തെ കൾച്ചറുമായിട്ട് ബ്രേക്ക് ചെയ്ത്, അന്നത്തെ കസ്റ്റം ബ്രേക്ക് ചെയ്ത്, കാരണം ഇന്നലെ വരെ മരിച്ചവനായവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നീയും ദൈവമക്കളെ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, തിരിച്ചു വരേണ്ട രാത്രി ഇതാണെന്ന് ഞാൻ ഓർമ്മിച്ചുകൊള്ളുകയാണ്. ദൈവമക്കളെ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത്.
പറഞ്ഞത്, ഇത്രയും നാൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയെങ്കിൽ ദൈവമക്കളെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ മറക്കരുത്, ഞാൻ പറഞ്ഞു ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് സ്നേഹം. നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്നൊരു കാര്യമാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ വന്ന സമയത്ത് ദൈവത്തെ സ്നേഹിച്ചത്, ദൈവത്തെ അറിഞ്ഞ അറിവ് അതിൽ നിന്ന് ഒരു ശകലമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിവിന്റെ ഒരു രാത്രി ആവട്ടെ, മടങ്ങിവരവിന്റെ ഒരു രാത്രി ആവട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവമക്കളെ, ലസാലിൽ അണ്ടർഗ്രാഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വർഷമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു സമ്മർ ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭവനത്തിലേക്കെല്ലാം പോകാനായിട്ട് സ്റ്റുഡൻസിനെ എല്ലാം സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് കൗൺസിലർ വന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ അവൻ പറയുകയുണ്ടായി, ജസ്നിയോട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ നീ വീട്ടിലേക്കല്ലേ പോകുന്നത്? ജസ്നി പറഞ്ഞു, നീ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറയുകയാണ്, നല്ല ചൂടുള്ളൊരു മീൽ കാണും അല്ലേ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും അമ്മയും കാണും നിന്നെ ഏറ്റെടുക്കാനല്ലേ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം നിന്റെ വീട്ടിലോ? അപ്പം പറഞ്ഞു, ഞാൻ വീട്ടിലോട്ടല്ല പോകുന്നത്, എനിക്ക് അങ്ങനെ ഒരു വീടില്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനില്ല, അവൻ ജീവിതം മുഴുവൻ. ഞാൻ പറഞ്ഞു, ഇവിടെ ജനിച്ചു വളർന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അവൻ പറയുകയാണ്, എനിക്ക് വീട്ടിൽ ചെന്നാൽ ആഹാരം കഴിക്കുവാനില്ല, പലപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത്, എപ്പോഴും വഴക്കും പ്രശ്നവുമായിട്ട് ഉള്ളൊരു ഭവനം, എനിക്ക് അങ്ങനെ ഒരു ഭവനം പോലും ഇല്ല, ഭവനം എന്ന് പറയുവാൻ പോലും ഇല്ല. ദൈവമക്കളെ ഓർത്ത് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഒരു നല്ലൊരു പിതാവിനെ പരിചയപ്പെടുത്താം. നിനക്ക് നല്ലൊരു നേരത്തെ ആഹാരമാണോ വേണ്ടത്? നിനക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വളർച്ചയാണോ വേണ്ടത്? ഇത് മാത്രമല്ല ദൈവം നിനക്ക് തരുന്നത്, അവൻ നീ ചോദിക്കുന്നതിലും അത്യന്തമായിട്ട് അവൻ നിനക്ക് നിത്യജീവനെ തരുന്നു, അവൻ നിനക്ക് നിന്നെ മാർവോടെ ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോരുതേ, അവരിലേക്ക് തിരിവിരുന്നാൽ ഞാൻ നിങ്ങളിലേക്കും തിരിഞ്ഞു വരും എന്ന് പറയുന്നു. ഓർത്തു വയ്ക്കേ, നിങ്ങൾ പത്രോസിനെ നോക്കിക്കേ, ഓർത്തു വയ്ക്കേ, കല്ലറയ്ക്കൽ വന്ന സ്ത്രീയെ രണ്ട് സ്ത്രീ കല്ലറയ്ക്കൽ വന്നല്ലോ യേശുവിന്റെ. അപ്പോൾ ദൂതൻ വന്നിട്ട് എന്താണ് പറയുന്നത്? എന്താണ്? നിങ്ങൾ പത്രോസിനോടും ശിഷ്യന്മാരോടും. എന്തിനാണ് പത്രോസിനോട് എന്താണ് ഏറ്റു പറയുന്നത്? പത്രോസും ഒരു ശിഷ്യരല്ലേ? എന്നാൽ പറയുകയാണ്, എന്നെ തള്ളിക്കളഞ്ഞ പത്രോസ്, എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ്, ഒരിക്കൽ പോലും അവൻ ചിന്തിക്കരുത് എൻ്റെ സ്നേഹം, അവനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന്. പത്രോസേ, നിനക്കിപ്പോഴും ഭയമായിരിക്കാം, നിനക്ക് ചിലപ്പോൾ വിഷമമായിരിക്കാം എന്നെ തള്ളിക്കളഞ്ഞ്. എന്നാൽ പത്രോസേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് നീ പ്രതീക്ഷിക്കുന്നതിലും അത്യന്തമായിട്ടാണ്. നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ള രീതിയിലല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അതാണ് ദൈവമക്കളെ പറയുന്നത്. എന്നിട്ട് പത്രോസിന് ഇതിനു മുമ്പ് ഒരു തിരിച്ചറിവുണ്ടായല്ലോ. എന്താണ്? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് കാര്യങ്ങൾ എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ബെതസ്താ പ്രയർ ഫെലോഷിപ്പിനെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരവിന്റെ അല്ല, ഒരു തിരിച്ചറിവിന്റെ രാത്രിയാണ്. ദൈവമക്കളെ, ഒട്ടും താമസിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിനാണ്, സഭയിൽ പോകുന്നവനാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നവനാണ്. എന്നാൽ അവനോടുള്ള സ്നേഹം എപ്പോഴെങ്കിലും അതിന് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അതിന് തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ദൈവമക്കളെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവെ അടിയനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ നിന്നെ മാർവോടെ ചേർക്കുന്ന ഒരു ദൈവം, നിന്നെ വിട്ടുമാറാത്ത ഒരു സ്നേഹം ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ദൈവങ്ങളെ ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കലും ഇന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം നാളെ അതിൽ കൂടുതൽ നിന്നെ ദൈവം സ്നേഹിക്കുവാൻ കഴിയത്തില്ല. നീ ഇന്ന് പാപം ചെയ്താലും, ഇന്ന് നീ പാപിയാണെങ്കിലും, ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും അവനോടുള്ള സ്നേഹം നിനക്ക് കുറഞ്ഞിരിക്കാം. എന്നാൽ നിന്നെ ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ അറിയുന്ന മറ്റാരിലും, ഞാൻ പറഞ്ഞല്ലോ, അനേകരോട് പറയുവാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടതകളൊക്കെ വരുമ്പോൾ അമരത്തിൽ നിന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. ഇന്ന് രാത്രിയിലും ആ സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്, ആഹ്വാനിക്കുകയാണ്. എന്നിലേക്ക് മടങ്ങി വരുമില്ല, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. പത്രോസേ, നിനക്ക് ഭയമാണോ, നിനക്ക് പേടിയാണോ എന്നിലേക്ക് വരാൻ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരിക്കൽ പോലും നീ വിചാരിക്കരുത് നീ എന്നെ തള്ളി പറഞ്ഞുകൊണ്ട് എന്റെ സ്നേഹം നിന്നോട് കുറയുമെന്ന്. ഇന്ന് മടങ്ങി വരവിന്റെ ഒരു രാത്രിയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, എപ്പോഴെങ്കിലും പ്രാർത്ഥന വിശ്വാസം നിങ്ങളെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് മാറി തോന്നിയിട്ടുണ്ടെങ്കിൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വന്നാൽ അവൻ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പുത്രനോട് എന്താണ് ചെയ്തത്? അവന് വിശന്നപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടായി, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലണം. എന്നാൽ മടങ്ങിച്ചെല്ലുന്നത് എന്തിനാണ്? ഒരു നേരത്തെ ഭക്ഷണത്തിനാണ്. എന്നാൽ പിതാവ് പറയുകയാണ്, മേത്രമായുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നീ മരിച്ചിരുന്നു, ഇന്നലെ നീ മരിച്ചവനായിരുന്നു, എന്നാൽ നീ ഇന്ന് ജീവിക്കുന്നു. ആ പിതാവിന് എങ്ങനെ അറിയാമായിരുന്നു അവൻ
തിരിച്ചു വരുമെന്ന്. അതാണ് അഗാപ്പെ ലവ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ആ സ്നേഹം അവിടെ ഉണ്ട് ദൈവമക്കളെ. എപ്പോഴും നിന്നെ കാത്തിരിക്കും. നീ എത്ര താമസിച്ചാലും ആ സ്നേഹം നിന്നെ കാത്തിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഫെലോഷിപ്പിനോട് പറയുന്നു, എപ്പോഴെങ്കിലും ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്നാൽ നിന്നെ സ്വീകരിക്കുന്ന, നിന്റെ പ്രയാസം, നിന്റെ കഷ്ടത, നിന്റെ വേദനയാണോ അവനിൽ നിന്ന് നീ മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിനക്ക് ഒരു നേരത്തെ ആഹാരമല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടമല്ല, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കൂട്ടുകാരിൽ പരമായിട്ട് നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് അറിയുന്നതിനേക്കാളും നന്നായിട്ട് നിന്റെ ഹൃദയത്തെ നിരൂപിച്ച് അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നിന്നെ വിളിക്കുകയാണ്. എങ്കിലേക്ക് മടങ്ങി വരുവീൻ. എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. നമുക്ക് നോക്കാം. ഓർത്തു നോക്കിയ ദൈവമക്കളെ, ഈ കൾച്ചർ ഞാൻ പറഞ്ഞുവല്ലോ, ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കരുത്. ഒരു പുരുഷൻ അവരുടെ ആ സ്ഥാനത്തുള്ള ഒരു പുരുഷൻ ഓടരുത്. അവന്റെ റോബ്സ് അവൻ അങ്ങനെ മടക്കി വെക്കരുത്. എന്നാൽ ഇതിനെല്ലാം കഷ്ടമെല്ലാം മാറ്റിക്കൊണ്ട് ഇതല്ലേ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. ഓർത്തു നോക്കിയ ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ അവനെ തേടി പോയതല്ല, അവൻ എന്നെ തേടി വന്നൊരു ദൈവമാണ്. ഞാൻ പാപിയായിരുന്നു. എന്താണ് സംഭവിച്ചത്? മറക്കരുത് ദൈവമക്കളെ. ആ പുത്രൻ ഓടി വന്നാല്, അവൻ ഈ വില്ലേജിന് അകത്ത് വന്നാല് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അവനെ ആ സ്ഥലത്തുനിന്ന് അവനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഓർത്തു നോക്കി, ഈ പിതാവ് അതിനു മുമ്പ് ചെന്നു, അവനെ ആലിംഗനം ചെയ്തു, അവനോട് പറയുകയാണ്, ഇന്നലെ നീ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് നീ ജീവിക്കുന്നു. ദൈവമക്കളെ ഓർത്തു നോക്കിയേ, കുരിശിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് വേണ്ടി രക്തം ചീന്തി. കാരണം ഒന്നും വേണ്ടാതിരുന്ന. ഓർത്തു നോക്കിയേ, അവൻ നമ്മളെ തടയുകയാണ്. അതായത് പാപത്തിന്റെ ശമ്പളത്തിൽ നിന്ന് തടയുകയാണ്, നിത്യജീവൻ ഇല്ലാതിരിക്കുവാനല്ല. എന്നാൽ ഓർത്ത് നോക്കിയേ, ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തു. എത്രമാത്രം നമ്മൾ അവനെ സ്നേഹിക്കണം. എപ്പോഴെങ്കിലും ആ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം സമയമായെന്ന്. എന്നാൽ എഫെസോ സഭയോട് ദൈവം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഏറിൽ നിന്ന് വീണിരിക്കുന്നു. ആ ഹൈറ്റിന്റെ കാര്യമാണ്, അവിടെ ഒരു മെഷർമെന്റ് ആണ് പറഞ്ഞത്. എത്രമാത്രം നിങ്ങൾ വീണിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിവിന്റെ രാത്രിയാണ്. ബെതസ്ദ ഫെലോഷിപ്പെ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, എപ്പോഴെങ്കിലും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ആ സ്നേഹം കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ട് ഇന്ന് മടങ്ങി വരേണ്ട ഒരു രാത്രിയാണ്. ഈ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. ഈ ദൈവത്തോട് മാർവോടെ ചേർന്നിരിക്കും, നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇത് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, അവങ്കിലേക്ക് തിരിഞ്ഞു വന്നാൽ അവൻ നിങ്ങളിലേക്കും തിരിഞ്ഞു വരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.